ഖത്തറിലെ മണ്ണിൽ അർജന്റീന വിശ്വവിജയം കുറിച്ചപ്പോൾ ആ കിരീടത്തിന്റെ തിളക്കത്തിന്മേൽ സംശയത്തിന്റെ നിഴൽ വീഴ്ത്താൻ പലരും ശ്രമിച്ചിരുന്നു. പെനാൽറ്റികളുടെ ആനുകൂല്യത്തിലാണ് ലയണൽ മെസ്സി എന്ന കൽപ്പന്തിന്റെ സുൽത്താൻ ആ കനക കിരീടം ചൂടിയതെന്ന് വിമർശനങ്ങൾ മൈതാനങ്ങൾക്ക് പുറത്ത് അലയടിച്ചുകൊണ്ടിരുന്നു. അയാളുടെ ഓരോ ചരിത്ര നേട്ടങ്ങളെയും ആ 12 അടി ദൂരത്തിന്റെ ആനുകൂല്യം പറഞ്ഞ് ചെറുതാക്കി കാണിക്കാൻ വിമർശകരുടെ നാവുകൾ മത്സരിച്ച നാളുകളായിരുന്നു അത്. എന്നാൽ വാക്കുകളുടെ കോലാഹലങ്ങളിലല്ല, മറിച്ച് പച്ചപ്പുല്ലിലെ മാന്ത്രിക ചലനങ്ങളിലാണ് താൻ വിശ്വസിക്കുന്നതെന്ന് ആ ഇടംകാലൻ വീണ്ടും തെളിയിച്ചു. മൈതാനത്തിന്റെ തുറന്ന ഇടങ്ങളിൽ നിന്ന് പ്രതിരോധത്തിന്റെ മതിൽക്കെട്ടുകളെ തച്ചു തകർത്ത് പിറന്ന ആ ഹാട്രിക് ഒരു മനോഹരമായ കാവ്യനീതി തന്നെയായിരുന്നു. പെനാൽറ്റി സ്പോട്ടിന്റെ യാതൊരു സഹായവുമില്ലാതെ കളിമുറ്റത്തെ തന്റെ സ്വതസിദ്ധമായ വേഗതയും കൗശലവും കൊണ്ട് അയാൾ വലകുലുക്കിയപ്പോൾ അത് കേവലം ഗോളുകളായിരുന്നില്ല, മറിച്ച് തന്നെ സംശയിച്ചവരുടെ ചോദ്യങ്ങൾക്കുള്ള അന്തിമമായ ഉത്തരമായിരുന്നു. അയാളുടെ ആരാധകർക്ക് ഈ പ്രകടനം ആത്മാഭിമാനത്തിന്റെ ഒരു വിളംബരമാണ്. കാലങ്ങളായി തങ്ങളുടെ നായകന് നേരെ ഉയർന്ന പരിഹാസങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും നേരെ മൈതാനത്ത് അവർ നൽകിയ ഏറ്റവും മനോഹരമായ മറുപടി. പന്ത് അയാളുടെ കാലുകളിൽ വിശ്രമിക്കുമ്പോൾ പ്രകൃതി പോലും നിശ്ചലമാകുന്നതുപോലെ തോന്നും. ആ ഹാട്രിക് ലോകത്തെ വീണ്ടും ഓർമ്മിപ്പിച്ചത് ഒന്നേയുള്ളൂ: മെസ്സിയുടെ പ്രതിഭ ഒരു പെനാൽറ്റിയിലോ ഭാഗ്യത്തിലോ കെട്ടിപ്പടുത്തതല്ല, അത് അയാളുടെ രക്തത്തിലും ശ്വാസത്തിലും അലിഞ്ഞു ചേർന്ന ഫുട്ബോൾ എന്ന ശുദ്ധമായ കലയുടെ പരകോടിയാണ്. ചരിത്രം എപ്പോഴും നെഞ്ചിലേറ്റുന്നത് ഇങ്ങനെയുള്ള നിശബ്ദ വിപ്ലവങ്ങളെയാണ്. വാക്കുകൾ കൊണ്ട് യുദ്ധം ജയിക്കാൻ നോക്കിയവർക്ക് മുന്നിൽ സ്വന്തം ബൂട്ടുകൾ കൊണ്ട് കവിത എഴുതിക്കൊണ്ടാണ് അയാൾ വീണ്ടും വിജയം പ്രഖ്യാപിക്കുന്നത്. ഈ ഹാട്രിക് ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. ലയണൽ മെസ്സിയുടെ പ്രഭാവം അളക്കാൻ ഒരു അളവുകോലുകൾക്കും സാധ്യമല്ലെന്നും അയാളുടെ വിശ്വരൂപം കാണാൻ ആ പച്ചപ്പുല്ലിലെ തുറന്ന ആകാശം മാത്രം മതിയെന്നുമുള്ള ശാശ്വതമായ സത്യത്തിന്റെ ഓർമ്മപ്പെടുത്തൽ. ആരവങ്ങൾ അലയടിക്കുന്ന പച്ചപ്പുൽ മൈതാനത്ത് അൾജീരിയക്കെതിരെ വലകുലുങ്ങിയ നിമിഷം ലോകം കണ്ടത് വിജയത്തിന്റെ ആഘോഷമായിരുന്നില്ല, മറിച്ച് ഒരു ഇതിഹാസത്തിന്റെ ഉള്ളുരുകിയുള്ള കണ്ണീരാണ്. കാൽപന്ത് കളിയുടെ ചരിത്രത്തിലെ പലതവണ സന്തോഷാശ്രുക്കൾ പൊഴിച്ച അതേ മിശിഹായുടെ കണ്ണുകൾ പക്ഷേ ഇത്തവണ നിറഞ്ഞൊഴുകിയത് ഫുട്ബോളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഏതോ അദൃശ്യമായ നോവുകൾ കൊണ്ടായിരുന്നു. കളിക്കളത്തിലെ വീരനായകന് പിന്നിൽ വേദനകളും പ്രതിസന്ധികളും നെഞ്ചിലേറ്റി നടക്കുന്ന ഒരു പച്ച മനുഷ്യനുണ്ടെന്ന് ആ വിതുമ്പൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിനങ്ങൾ അദ്ദേഹത്തിന് നൽകിയത് കടുത്ത പരീക്ഷണങ്ങളായിരുന്നു. പുറമെ അതിരുകളില്ലാത്ത ശാന്തത നടിക്കുമ്പോഴും ഉള്ളിൽ പുകയുന്ന അഗ്നിപർവ്വതങ്ങളെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് തനിച്ച് മറച്ചു പിടിക്കുന്നത് എന്നതിൻ്റെ നേർക്കാഴ്ചയായിരുന്നു ആ നിമിഷം. ലോകത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളും ചുമലിലേറ്റുമ്പോഴും പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും ഏകാന്തതയുടെയും വ്യക്തിപരമായ സങ്കടങ്ങളുടെയും ഇരുണ്ട ഇടനാഴികളിലൂടെ അദ്ദേഹത്തിന്റെ മനസ്സ് സഞ്ചരിച്ചിരിക്കണം. ആ വലിയ മനുഷ്യന്റെ ഹൃദയഭാരം മുഴുവൻ ആ കണ്ണീർത്തുള്ളികളിലൂടെ മൈതാനത്തേക്ക് പെയ്തിറങ്ങുകയായിരുന്നു. എന്നാൽ ആ കൂരിരുട്ടിൽ അദ്ദേഹത്തിന് കാവലായി നിന്നത് അദ്ദേഹത്തിന്റെ തന്നെ സഹതാരങ്ങളായിരുന്നു. വെറുമൊരു ഫുട്ബോൾ ടീം എന്നതിലുപരി വീഴാൻ അനുവദിക്കാതെ ചേർത്തുപിടിക്കുന്ന ഒരു വലിയ കുടുംബമായി അവർ മാറി. സങ്കടങ്ങളിൽ തോളോട് തോൾ ചേർന്ന് ആശ്വാസത്തിന്റെ സ്നേഹവലയങ്ങൾ തീർത്തയാൾ അവരുടെ നായകന് കരുത്തേകി. പരാജയങ്ങളിൽ മാത്രമല്ല, ജീവിതത്തിന്റെ വലിയ സങ്കടങ്ങളിലും ഞങ്ങളൊപ്പമുണ്ടെന്ന ആ സംഘത്തിന് നിശബ്ദമായ വാഗ്ദാനമാണ് അയാളെ വീണ്ടും എഴുന്നേൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. ആ കാൽപന്ത് മൈതാനം സാക്ഷ്യം വഹിച്ചത് കേവലം ലോകകപ്പിലെ ഒരു ഗോളിനല്ല, മറിച്ച് മനുഷ്യ സ്നേഹത്തിന്റെ ആത്മബന്ധത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു അധ്യായത്തിനാണ്. കണ്ണീരിൽ കുതിർന്ന ആ നന്ദി പ്രകാശനം സഹജീവികളുടെ സ്നേഹവും കരുതലും നൽകുന്ന വലിയ കരുത്തിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. പ്രതിസന്ധികളെയും ആന്തരിക സംഘർഷങ്ങളെയും സ്നേഹം കൊണ്ട് അതിജീവിച്ച ഒരു മനുഷ്യന്റെയും അയാൾക്ക് കവചമായി മാറിയ ഒരു കൂട്ടം സ്നേഹിതരുടെയും കാവ്യമെന്നോണം ഈ നിമിഷം ഫുട്ബോൾ ചരിത്രത്തിൽ എന്നെന്നും മായാതെ നിലനിൽക്കും.